പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ് അല്ലെ. നമ്മളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ഏതാ എന്ന് പറഞ്ഞ് ഒരാളാരെങ്കിലും 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ഏതൊക്കെയാ? 5 heads of incomes. Income from salary. Then. Income from house property. Then. പിന്നെ PGBP. ഇത് Then. Profit and gain of business or profession. Then. Income from capital gain. Then. പിന്നെ other source. Income from other source. Income from other source. ഇങ്ങനെ 5 heads of incomes ആണുള്ളത് അല്ലെ. അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു 10 കാറ്റഗറിയിലുള്ള ഇൻകംസ് കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഒരു 10ഓളം ഇൻകംസ് ഒരാൾക്ക് കിട്ടി, വരുമാനമുണ്ട്. ആ കിട്ടിയ വരുമാനത്തിന് പല രീതിയിലുള്ള ഇൻകംസ് ആണ്. കുറെ സാലറി കിട്ടിയിട്ടുണ്ട്, കുറെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറെ റെന്റ് കിട്ടിയിട്ടുണ്ട്, കുറെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ ഒരുപാട് ഇൻകം ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ആ ഇൻകത്തിന് നമ്മുടെ ഇൻകം ടാക്സിൽ എന്ത് ചെയ്യും? 5 ഹെഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും അല്ലെ. അതിലിപ്പോ സാലറി എന്ന് പറയുന്ന ഒരു ഇൻകം എങ്ങനെ ആ സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാം? അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ് അല്ലെ. എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ വല്ല പൈസയും കൊടുക്കുകയാണ് ഫോർ ദ സർവീസ് റെന്റേഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇൻകം ഫ്രം സാലറിയിലാണ് ടാക്സ് ചെയ്യപ്പെടുക അല്ലെ. ഇനി ഒരു ഇൻകത്തിന് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാ ടാക്സ് ചെയ്യപ്പെടുക? അതിനും റൂള് പറയുന്നുണ്ട്. ആ പറയുന്ന റെന്റ് റിസീവ് ചെയ്യണത് ഫ്രം ദി പ്രോപ്പർട്ടി എന്നായിരിക്കണം അല്ലെ. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുമായിട്ട് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടെനന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ ഓണർ അയാൾ തന്നെ ആയിരിക്കണം. ദെൻ പിന്നെ വേറെയും 1-2 പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യപ്പെടുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാമത്തെ ഹെഡാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ്. ഓക്കെ, അതായത് ഇനി ഈ പറഞ്ഞ കിട്ടിയ ഇൻകത്തില് ഒരാൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ട് അയാൾക്ക് വല്ല പ്രോഫിറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ വല്ല ഗെയിൻസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു പ്രൊഫഷൻ ആണ്, ആ പ്രൊഫഷൻ ചെയ്യുന്ന കാരണത്താൽ അയാൾക്ക് വല്ല ഇൻകംസും കിട്ടുകയാണ്. ദെൻ ആ പറയുന്ന ഇൻകംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വരുമാനത്തിന് നമ്മൾ ഈ പറയുന്ന 3ാമത്തെ ഹെഡായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയും. PGBP എന്നാണ് ഇതിനെ ഷോർട്ട് ആയിട്ട് പറയുക. PGBP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, നോക്കാം നമുക്ക്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് നമുക്ക് ഇവിടെ ആദ്യം നോക്കേണ്ടത്. എന്താണ്? ആർക്കും കാണുന്നില്ല? ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം മുകളിലോട്ട്. മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി, ഇതിലുണ്ടാവും. കാണുന്നില്ല? കിട്ടിയോ? ആരാണ് കാണാത്ത ആള്? ഇല്ല. ആരാണ് ആളാരാ? ഞാൻ എനിക്കൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഷമീമാക്കാണോ? ഒന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക്. 2 3 1 2 3 4 5 6 7 8 പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് മുകളിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ കാണും. അല്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എനിക്ക് 2 പ്രൊഫൈൽ ഉണ്ടാവും, അതിൽ ഒന്നിലെ സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ 2 ടേം നോക്കാം. അതിലുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അല്ലെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എവിടെ നിന്നാണ്? ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. നമുക്ക് ഈ പറയുന്ന 2 ടേംസ് എന്താന്ന് നോക്കാം. ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ബിസിനസ് സിംപ്ലി മീൻസ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഒരു ഗുഡ്സ് ബൈങ് ആൻഡ് സെല്ലിംഗ് ചെയ്യാണ് അല്ലെ. ഗുഡ്സ് നമ്മൾ ബൈങ് ആൻഡ് സെല്ലിംഗ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്സ് ആണ്. ദിസ് ഈസ് കോൾഡ് ബിസിനസ് എന്ന് പറയും, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെ. ഇറ്റ് ഈസ് എനി ആക്ടിവിറ്റി ക്യാരിഡ് ഓൺ വിത്ത് ദ ഒബ്ജക്ട് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റോട് കൂടി. ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീന്? ഹലോ? ഓക്കെ, ഇറ്റ്സ് എനി ആക്ടിവിറ്റി ക്യാരിഡ് ഓൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റോട് കൂടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബിസിനസ് എന്ന് പറയും നമുക്ക്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട മോട്ടീവ്. ആ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാണ്. ആ ആക്ടിവിറ്റീസിൽ മെയിൻ ആയിട്ട് ഇവര് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഒരു സാധനം വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വിൽക്കുക അല്ലെ. അതാണ് ആക്ച്വലി എന്ത്? ബിസിനസ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ടേം പ്രൊഫഷൻ ആണ്.
പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ is an occupation ആണ്, ഒരു തൊഴിലാണ്. നോട്ട് ചെയ്ത് വെച്ചോ, ഇറ്റ്സ് ആൻ ഒക്കുപ്പേഷൻ വിച്ച് റിക്വയേഴ്സ് ഇന്റലക്ച്വൽ ഓർ മാനുവൽ സ്കില്ലാണ്. നമുക്ക് ഇന്റലക്ച്വൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള സ്കില്ല് നമുക്ക് വേണം. ഓൺ ദ ബേസിസ് ഓഫ് സം സ്പെഷ്യൽ ലേണിംഗ്. ഈ പറയുന്ന ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഈ പറയുന്ന മാനുവൽ സ്കില്ല് നമുക്ക് കിട്ടുന്നത് ഈ സ്പെഷ്യൽ ലേണിംഗിലൂടെയാണ്. നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ ഒരു സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് വേണം. ഓക്കെ, ഗാതേർഡ് ത്രൂ പാസ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്റ്റ് ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാനുവൽ സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ഓക്കെ, ദെൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസിലൂടെ. ദെൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോയേഴ്സ്, അക്കൗണ്ടന്റ് അല്ലെ, മീൻസ് ഓക്കെ. അപ്പോ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഒക്കുപ്പേഷൻ ആണ് വിച്ച് റിക്വയേഴ്സ് ഇന്റലക്ച്വൽ ഓർ മാനുവൽ സ്കില്ല് ഓൺ ദ ബേസിസ് ഓഫ് സം സ്പെഷ്യൽ ലേണിംഗ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഗ്യാതേർഡ് ത്രൂ പാസ്റ്റ് ട്രെയിനിങ്. ഈ പറയുന്ന പാസ്റ്റ് ട്രെയിനിങ്ങിലൂടെയോ എക്സ്പീരിയൻസിലൂടെയോ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു മാനുവൽ സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ഒരു അറിവ്, ഒരു എന്താ പറയാ ഇന്റലക്ച്വൽ പരമായിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. ദെൻ എന്നിട്ട് ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈവ്ലിഹുഡ് നമ്മൾ ഏൺ ചെയ്യണം, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോയേഴ്സ് അല്ലെ, ഈ ലോയേഴ്സ് ഉണ്ടാവാം, വക്കീലന്മാര്, അക്കൗണ്ടൻസ്, ദാറ്റ് മീൻസ് CA പോലുള്ള അക്കൗണ്ടൻസ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അല്ലെ. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഈ പറയുന്ന ഇതൊക്കെ ഒരു എന്താണ് ഒക്കുപ്പേഷൻ ആണ്, ഒരു തൊഴിലാണ്. ലോയേഴ്സ് ആണെങ്കിലും അക്കൗണ്ടന്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇറ്റ്സ് ആൻ ഒക്കുപ്പേഷൻ ആണ്. അവർ ഈ പറയുന്ന ഒരു സ്കില്ല് അല്ലെ, ഇപ്പൊ ലോയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു സ്കില്ല് ഉണ്ടാവണം, അക്കൗണ്ടന്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയർ ഒക്കെ ആണെങ്കിലും അവരെന്ത് ചെയ്യും, ഒരു മാനുവൽ സ്കില്ല് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ സ്കില്ല് അവർക്ക് ഉണ്ടാവണം. ദെൻ അവരത് ലേൺ ചെയ്തെടുക്കുകയാണ് വരിക, സ്പെഷ്യൽ ലേണിംഗിലൂടെയും ക്വാളിഫിക്കേഷൻസിലൂടെയും അവർ ഗ്യാദർ ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ട്രെയിനിങ്ങിലൂടെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് അവർ ഈ പറയുന്ന ഈ ഇന്റലക്ച്വൽ പരമായിട്ടുള്ളതും മാനുവൽ ആയിട്ടുള്ള ഈ സ്കില്ല് അവർ എന്ത് ചെയ്യുക, അവർ നേടിയെടുക്കുക. എന്നിട്ട് ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർക്കുള്ള ജീവിത വരുമാനം അവരെന്ത് ചെയ്യും, ഏൺ ചെയ്യും. ഓക്കെ, അതാണ് അവരെയാണ് പ്രൊഫഷൻ എന്ന് പറയാം. നോട്ട് ചെയ്ത് വെച്ചോ, പ്രൊഫഷൻ എന്ന് പറയും. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് വൊക്കേഷൻ എന്ന് പറയും. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ എബിലിറ്റി ആണ്, ഒരാൾക്ക് കിട്ടുന്ന നാച്ചുറൽ എബിലിറ്റി ആണ് ഓഫ് എ പേഴ്സൺ ടു ഡു സം പർട്ടിക്കുലർ വർക്ക്. അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരാളുടെ നാച്ചുറൽ എബിലിറ്റിയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയാം, വൊക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ സിംഗിങ് അല്ലെ, സിംഗേഴ്സ്, ഡാൻസേഴ്സ് ഒക്കെ ഇവർക്കൊക്കെ അത് ഇൻബോൺ ആയിട്ട് നാച്ചുറലി അവർക്ക് കിട്ടുന്ന കുറച്ച് കഴിവുകളാണ്, എബിലിറ്റിയാണ്. ദെൻ ആ നാച്ചുറൽ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിന് വല്ല വരുമാനം നേടുകയാണെങ്കിലും ഈ പറയുന്ന ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓർ ബിസിനസ് ഓഫ് പ്രൊഫഷനിലാണ് അത് ടാക്സ് ചെയ്യപ്പെടുക. മനസ്സിലായല്ലോ? അപ്പോ ഇവിടെ ഈ വൊക്കേഷനും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് പ്രൊഫഷൻ അവര് നേടിയെടുക്കുകയാണ്, അതായത് അവർ ഈ പറയുന്ന സ്പെഷ്യൽ ലേണിംഗിലൂടെ, ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടേഴ്സ് ആവാനും അക്കൗണ്ടൻസ് ആവാനും അതുപോലെ എഞ്ചിനീയേഴ്സ് ആവാനൊക്കെ അവർക്ക് സ്പെഷ്യൽ കോഴ്സുകളുണ്ട്. ആ കോഴ്സിലൂടെ അവര് പഠിച്ച് അതിലൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യണത്, ഈ പറയുന്ന ഈ ഒരു മേഖലയിലോട്ട് അവർ എത്തിച്ചേരുക. ഓക്കെ, ദെൻ വൊക്കേഷൻ അങ്ങനെയല്ല, അതിപ്പോ ഈ പാട്ടുകാർക്കൊക്കെ അവർക്ക് അല്ലെ, അവർക്ക് പാടാനുള്ള കഴിവ്, അവർക്ക് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള കഴിവുകൾക്ക് അവർക്ക് ജന്മന അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, നാച്ചുറലി അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ആ നാച്ചുറൽ എബിലിറ്റി ഉപയോഗിച്ചിട്ട് അവർ പാട്ട് പാടി, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആ ഒരു ചെറിയ കാലത്ത് തന്നെ അവരിപ്പോ ഈ പറയുന്ന കഴിവുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ സ്റ്റേജ് പെർഫോമൻസിലൂടെ ഒക്കെ വല്ല വരുമാനം അവർ ഏൺ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന വരുമാനവും ഈ പറയുന്ന വൊക്കേഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് വരിക. അത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, പ്രൊഫഷൻ ഇപ്പോ ലോയേഴ്സിനും അക്കൗണ്ടൻസിനും ഡോക്ടേഴ്സിനൊക്കെ കിട്ടുന്നതൊക്കെ വരുമാനമല്ലേ, സാലറി അല്ലേ, അതെന്തുകൊണ്ട് ഇൻകം ഫ്രം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പാട്ട് പാടുന്ന ഒരാള്, ഡാൻസ് ചെയ്യുന്ന ആൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടുകയാണ്, അയാൾ ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പാട്ട് പാടാൻ പോകുന്ന സമയത്ത് അയാൾക്ക് ഒരു വരുമാനം കിട്ടുകയാണ്. അല്ലെങ്കിൽ ലോയേഴ്സിനും അക്കൗണ്ടൻസിനും ഡോക്ടേഴ്സിനൊക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. അങ്ങനെ കിട്ടുന്നത് എന്തുകൊണ്ട് ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിന്റെ റീസൺ ഇതാണ്. ഈ പറയുന്ന ലോയേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഡോക്ടർ ക്ലിനിക്ക് ഇടുകയാണ് അല്ലെ. ഡോക്ടർ ക്ലിനിക്കിൽ അയാൾ എന്ത് ചെയ്യാണ്, രോഗികളൊക്കെ പരിശോധിച്ച് അയാൾ ഫീസ് വാങ്ങുകയാണ്. അങ്ങനെ ഫീസ് അയാൾക്ക് കിട്ടുന്നത് ആരാണ്? ഈ പറയുന്ന ക്ലിനിക്കിന്റെ ഉടമ. ആരാണ് അയാളുടെ എംപ്ലോയർ? ഈ ഡോക്ടർ തന്നെയാണ്. അവിടുത്തെ എംപ്ലോയി ആരാ? ഈ ഡോക്ടർ തന്നെയാണ്. സോ രണ്ടും ഒരാൾ തന്നെയാണ്. അവിടെ എന്തില്ല? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു ലോയർ സ്വന്തമായിട്ടൊരു എന്താ പറയാ ഓഫീസൊക്കെ ഇട്ടിട്ട് അയാൾ അവിടെ ഈ പറയുന്ന കൺസൾട്ട് ചെയ്യാണ് ആൾക്കാരെ. അങ്ങനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയർ ആരാ? അയാൾ തന്നെയാണ്. എംപ്ലോയി ആരാ? അയാൾ തന്നെയാണ്. സോ ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇൻകം ഫ്രം സാലറിയിൽ അത് ടാക്സ് ചെയ്യപ്പെടണമെങ്കിൽ ദാറ്റ് വിൽ ബി എന്താണ്? ഈ പറയുന്ന എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഓക്കെ. ഇനിയിപ്പോ ഒരു ഡോക്ടർ ഈ പറയുന്ന വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അയാൾക്ക് കിട്ടുന്ന ഇൻകം അത് ഇൻകം ഫ്രം സാലറിയിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഇൻകം ഫ്രം പ്രൊഫഷണലിന്റെ ഹെഡിലാണ് വരിക. അത് ഈ പറയുന്ന മൂന്നാമത്തെ ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഇനി നോക്കാം, നമുക്ക് ബേസിസ് ഓഫ് ചാർജ് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഇൻകം ചാർജ് ചെയ്യപ്പെടുക? ഫോളോയിങ് ഇൻകംസ് ഷാൾ ബി ചാർജ്ഡ് ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ് ആണ്. കുറച്ച് ഐറ്റംസ് ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ അസസി ആണ്. അസസി ക്യാരിഡ് ഓൺ ചെയ്യുന്ന ഏതെങ്കിലും ബിസിനസ് എന്നോ പ്രൊഫഷൻസ് എന്നോ വല്ല പ്രോഫിറ്റോ അല്ലെങ്കിൽ നേട്ടമോ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ. ഇനി എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെന്റ് ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ അസസി ഫോർ ലോസ് ഓഫ് ഏജൻസി or due to termination or modification of terms and conditions of an agency. ഇപ്പോ ഒരാള് ഒരു അസസി എന്തെങ്കിലും ഇങ്ങനെയുള്ള ഏജൻസി ബിസിനസ്സുകളൊക്കെ നടത്തുകയാണ്, അല്ലെങ്കിൽ ഏജൻസി വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ഏജൻസി അയാൾക്ക് നഷ്ടപ്പെടുകയാണ്, ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് ലോസ് നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അത് മോഡിഫിക്കേഷൻ വരുത്തുന്ന കാരണത്താൽ ഈ പറയുന്ന എന്തെങ്കിലും കോമ്പൻസേഷൻ, അപ്പൊ അതൊരു ബിസിനസ് ആയിരിക്കാം അല്ലെ, എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ മിൽമയുടെ ഏജൻസി തുടങ്ങാൻ പറ്റും നമുക്ക്, മിൽമ ഏജൻസിക്ക് അല്ലെ. ആ മിൽമ ഏജൻസി നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഏജൻസി എടുത്തിരുന്നു, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അതൊരു ബിസിനസ് ആണ് അല്ലെ. അത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുകയാണ്, അത് ആ ബിസിനസിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യപ്പെടാം, നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ എടുത്തു കളയാണ്, അല്ലെങ്കിൽ അത് ആ നമ്മളുടെ കോൺട്രാക്ട്, ഇപ്പൊ ഈ ഏജൻസി കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വല്ല പൈസയും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ്. സോ അത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ടാക്സ് ചെയ്യപ്പെടും. PGBP എന്ന് പറയുന്ന ഹെഡിലായിരിക്കും അത് ടാക്സ് ചെയ്യപ്പെടുക കേട്ടോ. ഇനി ഇൻകം ഡിറൈവ്ഡ് ബൈ ട്രേഡ്, പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ ഫോർ എ സ്പെസിഫിക് സർവീസ് പെർഫോംഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. ഇപ്പോ നമുക്ക് വല്ല ട്രേഡ്, നമ്മൾ വല്ല വ്യാപാരം ചെയ്തിട്ട് നമുക്ക് വല്ല ഇൻകം കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വല്ല പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ് അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലുള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ ഇൻകം കിട്ടാം അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള അസോസിയേഷൻസിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാണ്, ഈ പറയുന്ന പ്രൊഫഷണൽ അസോസിയേഷൻസിലൊക്കെ വലിയ വർക്കും ചെയ്യാണ് അല്ലെ. അല്ലെങ്കിൽ ഫോർ എ സ്പെസിഫിക് സർവീസ് പെർഫോം ചെയ്യാണ് അല്ലെ, ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്, ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും മെമ്പേഴ്സിന് ഈ പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന വരുമാനവും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ ടാക്സ് ചെയ്യപ്പെടും. ഇനി എക്സ്പോർട്ട് ലൈസൻസ് റിസീവ് ബൈ ദ എക്സ്പോർട്ടർ സച്ച് ആസ് ക്യാഷ് അസിസ്റ്റൻസ് ഫ്രം ഗവൺമെന്റ് ഡ്യൂട്ടി ഡ്രോബാക്സ് ആണ്. അതായത് എക്സ്പോർട്ട് ഇൻസെന്റീവ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു കമ്പനി എക്സ്പോർട്ട് കമ്പനിയാണ്, എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം അല്ലെ. കയറ്റുമതിയെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, കയറ്റുമതിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാരണം കയറ്റുമതി കൂടുമ്പോഴാണ് ഒരു രാജ്യത്തിന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കുക അല്ലെ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ എക്സ്പോർട്ടിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് പല ഇൻസെന്റീവുകളും പല പൈസകളും അവർക്ക് കൊടുക്കാറുണ്ട്, ഇൻസെന്റീവുകളായിട്ടൊക്കെ അല്ലെങ്കിൽ വല്ല ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ. സോ അങ്ങനെ വല്ല ഇൻസെന്റീവും ഈ പറയുന്ന എക്സ്പോർട്ടർക്ക് കിട്ടുകയാണ്.
ഓക്കെ, എക്സ്പോർട്ടർ മീൻസ് ഇവിടെ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് വല്ല പൈസയും ഗവൺമെന്റിൽ നിന്ന് വല്ല ക്യാഷ് അസിസ്റ്റൻസുകളും വല്ലതും കിട്ടുകയാണ്. അല്ലെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്സ്, അതായത് നമുക്കറിയാം കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഡ്യൂട്ടി അടക്കേണ്ടി വരും അല്ലെ, ടാക്സ് അടച്ചിട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന സമയത്തുള്ള വല്ല ഈ പറഞ്ഞ ടാക്സുകളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ്. അതാണ് ഡ്യൂട്ടി ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അടച്ച വല്ല ഡ്യൂട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ കിട്ടുകയാണ്. ഓക്കെ, ഈ പറയുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന കുറെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ വല്ല എക്സ്പോർട്ട് ഇൻസെന്റീവ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂട്ടി ഡ്രോബാക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിൽ നിന്ന് വല്ല ക്യാഷ് അസിസ്റ്റൻസോ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ടാക്സ് ചെയ്യപ്പെടും. Okay. Next, value of any benefit or perquisite, whether convertible into money or not, arising from business or exercise of a profession ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം സാലറി, നമ്മൾ ഈ പറയുന്ന ബെനിഫിറ്റുകൾ പെർക്വിസിറ്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പെർക്വിസിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ കൈൻഡ് ആയിട്ട് എന്തെങ്കിലും എംപ്ലോയി കൊടുക്കുന്നതാണ്. അതേപോലെ ഇപ്പൊ നമുക്കറിയാം ഈ ഡോക്ടേഴ്സിനൊക്കെ ഈ മെഡിസിൻ കമ്പനികൾ എന്തെങ്കിലുമൊക്കെ പെർക്വിസിറ്റുകൾ കൊടുക്കും അല്ലെ. അതുപോലെ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ രംഗത്തുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്യും, ഈ ഡോക്ടേഴ്സിന് അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല പെർക്വിസിറ്റുകളും അങ്ങനെയുള്ള കുറെ അവർക്കുള്ള ടൂർ പാക്കേജ്, അവർക്കുള്ള അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റുകൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അത് അങ്ങനെ വല്ലതും അയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കിട്ടുകയാണെങ്കിൽ ഓക്കെ, അതും ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ ഫ്രീ അക്കോമഡേഷൻ ടു ലോയേഴ്സ്, ഇപ്പോൾ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ലോയേഴ്സിനൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പെർക്വിസിറ്റുകളൊക്കെ കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ ടാക്സ് ചെയ്യപ്പെടും. പെർക്വിസിറ്റ് ഇൻ കൈൻഡ് ആയിട്ട് കിട്ടിയാലും കേട്ടോ. ഇനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഓഫ് എ ഫേം ഫ്രം സച്ച് ഫേം ആണ്. ഇപ്പോ നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാലൊക്കെ അറിയാം അല്ലെ. പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാണ്. ദെൻ അതിലെ ഓരോ മെമ്പേഴ്സും അതിലെ പാർട്ട്നേഴ്സ് ആയിരിക്കും. അങ്ങനെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ പാർട്ട്നേഴ്സിന് ഈ പറയുന്ന പാർട്ണർഷിപ്പ് എന്ന് വല്ല ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് ആ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാണ്, അതിന്റെ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്താലോ സാലറി കൊടുത്താലോ, അപ്പോ അതിലൊരു പാർട്ട്ണർ അവിടെ തന്നെ വർക്ക് ചെയ്യാണ്, അപ്പൊ അയാൾക്ക് എന്ത് കിട്ടും, സാലറി കിട്ടും. സാലറി കിട്ടിയാലോ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം വന്ന് ഈ പാർട്ട്ണർക്ക് വല്ല ബോണസ് കിട്ടിയാലോ അല്ലെങ്കിൽ വല്ല കമ്മീഷൻ കിട്ടിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെമ്യൂണറേഷൻ ആയിട്ട് ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേം വന്ന് കിട്ടി കഴിഞ്ഞാലോ ദെൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിലാണ് ടാക്സ് ചെയ്യപ്പെടുക. മനസ്സിലാക്കി വെച്ചോ, ഇറ്റ്സ് എ ബിസിനസ് ആണല്ലേ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ ഉണ്ട്. സോൾ പ്രൊപ്രൈറ്ററി ബിസിനസ് ആണ് അല്ലെ. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി അനന്തർ ബിസിനസ് ഫോം ആണ്. കമ്പനി വേറൊന്നാണ്, പാർട്ട്ണർഷിപ്പ് വേറൊന്നാണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുണ്ട്. ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫോം എന്ന് പാർട്ട്നേഴ്സിന് വല്ല പൈസ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ബിസിനസ് ഇൻകം ആണ്. സോ ഇത് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിലാണ്. ആരാണ് പാർട്ട്ണർ, ആ പാർട്ട്ണർക്ക് കിട്ടുന്ന ആ പാർട്ട്ണറുടെ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ എന്ത് ചെയ്യും, അയാളുടെ ഷെയർ അത് ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ആണ്. സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി, അതായത് ഇപ്പോ ഈ പറഞ്ഞ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയർ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ആണെന്ത്, കീമൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയും. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പോളിസിയാണ്. ഒരാൾ മറ്റൊരാളുടെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയും. അങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അതിന് വല്ല പൈസയും കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ അതും ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ആയിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. എന്തെങ്കിലും സം റിസീവ് ചെയ്യണം, എന്തെങ്കിലും ഒരു എമൗണ്ട് ഈ പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ട് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. ഇനി വേറെ ഒന്നാണ് ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഇപ്പോൾ ഈ ഒരുപാട് എന്താ പറയാ കാസിനോസ് ഒക്കെ ഉണ്ട് അല്ലെ. കാസിനോസ് ഒക്കെ ബിസിനസ്സുകൾ തന്നെയാണ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകളാണ്. അപ്പോൾ അങ്ങനെ പല സ്പെക്കുലേറ്റീവ് ഊഹക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അത്തരം ബിസിനസ്സുകൾ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ഇൻകംസും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും
ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, ഇനി നമ്മളുടെ സ്മഗ്ലിംഗ് പോലുള്ള ഒരു ആക്ടിവിറ്റീസ് ആണെങ്കിലും അല്ലെ, ഇപ്പൊ നമുക്കറിയാം കള്ളക്കടത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന ഇൻകംസും ഈ പറയുന്ന ഇൻകം ഫ്രം, അതിപ്പോ അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് ഈ പറഞ്ഞ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ എന്ത് ചെയ്യും, അത് ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാർജ്. നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഹെഡില് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന ഇൻകംസ് ഇതൊക്കെയാണ്. വേറെ ഉണ്ട് കുറെ, ഇതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് റൂൾസ് റിഗാർഡിംഗ് അസസ്മെന്റ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് റൂൾസ് റിഗാർഡിംഗ് അസസ്മെന്റ്, ഈ പറയുന്ന ഇൻകം ഫ്രം ഈ ഒരു ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡില് അത് ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് റൂളുകൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ അസസി ആണ്. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡില് ഒരു ഇൻകം ചാർജ് ചെയ്യപ്പെടണമെങ്കിൽ ആ ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ആരുടേതായിരിക്കണം, ക്യാരിഡ് ഓൺ ബൈ അസസി ആയിരിക്കണം. ഈ പറയുന്ന ആരുടെ ഇൻകം ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അയാളുടെ പേരിലുള്ള അല്ലെങ്കിൽ അയാൾ നടത്തുന്ന ബിസിനസ് എന്നോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷൻ എന്നോ ആയിരിക്കണം ആ പറയുന്ന ഇൻകം കിട്ടേണ്ടത്. ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ അസസി. ബിസിനസ് ഓർ പ്രൊഫഷൻ മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ അസസി ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ ആണ്. ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ അയാൾ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് എന്നായിരിക്കണം ഈ പറയപ്പെടുന്ന വരുമാനം കിട്ടേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ റൂള്, ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ അഗ്രിഗേറ്റ് ഇൻകം ഫ്രം ഓൾ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഓക്കെ, ഇപ്പോ ഞാനൊരു അഡ്വക്കേറ്റ്സ് ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആണ് വിചാരിക്കുക. ഓക്കെ, ദെൻ എനിക്ക് ഈ പറയുന്ന ഡോക്ടറിനെ ഞാൻ കൺസൾട്ടൻസി ചെയ്യുന്ന കാരണത്താൽ എനിക്ക് ഫീസ് കിട്ടുന്നുണ്ട്. പുറമെ ഞാൻ 2-3 ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് 1-2 ബിസിനസ് വേറെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പറയപ്പെടുന്ന 2 ബിസിനസ്സിൽ എത്ര ബിസിനസ് ആണോ എനിക്കുള്ളത്, ആ ബിസിനസ്സിലെ എല്ലാ ഇൻകത്തിനെയും ആഡ് ചെയ്യും ഈ പറയുന്ന എന്റെ ഡോക്ടർ എന്ന് പറയുന്ന എനിക്ക് അതിലൂടെ കിട്ടുന്ന വരുമാനവും അതൊക്കെ പാടെ ആഡ് ചെയ്ത് ആ മൊത്തം എമൗണ്ടിന്റെ മുകളിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡില് ആ മൊത്തം ഇൻകത്തിന്റെ ടാക്സ് ഓൺ അഗ്രിഗേറ്റ് ഇൻകത്തിന്റെ മുകളിലാണ്. എത്ര ബിസിനസ് ഉണ്ടെങ്കിലും ആ ബിസിനസ് ഇൻകത്തിനെ എല്ലാം പാട് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ടോട്ടൽ ബിസിനസിന്റെ ഇൻകത്തിന്റെ മുകളിലാണ് ടാക്സ് ചെയ്യപ്പെടുക. സോ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ അഗ്രിഗേറ്റ് ഇൻകം ഫ്രം ഓൾ ബിസിനസ്. എത്ര ബിസിനസ് ഉണ്ടെങ്കിലും എത്ര പ്രൊഫഷൻ ആണെങ്കിലും അതിലെല്ലാ ഇൻകത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ടാക്സ് ചാർജ് ചെയ്യുക. ഓക്കെ, മൂന്നാമത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സ്പെക്കുലേഷൻ ബിസിനസ്. ഇപ്പൊ നമുക്കറിയാം എനിക്കൊരു സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഊഹക്കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട്. എനിക്ക് ഊഹം വെച്ചിട്ട് അതിലൂടെ എന്ത് ചെയ്യാം, ഒരു എന്താ പറയാ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അല്ലാത്ത ബിസിനസ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സ്പെക്കുലേഷൻ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ അസസി ഈസ് കെപ്റ്റ് സെപ്പറേറ്റ്ലി. അത് സെപ്പറേറ്റ് ആയിട്ടാണ്, അതായത് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റിനെയും ലോസിനെയും അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന സ്പെക്കുലേഷൻ ബിസിനസ്സിൽ എനിക്ക് ലോസ് ആണ് സംഭവിച്ചതെന്ന് വിചാരിക്കാം. ആ ലോസിന് എനിക്ക് പിന്നീട് വരുന്ന സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ള ഈ സ്പെക്കുലേഷൻ അല്ലാത്ത സാധാരണ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 2 ബിസിനസ് ഉണ്ട്. ഒന്ന് സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. ആ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ എനിക്ക് ഒരു 1000 രൂപ ലോസ് സംഭവിച്ചു. ഓക്കെ, എനിക്കല്ലാത്ത വേറെ കുറച്ച് ബിസിനസ് ഉണ്ട്, അതിന് എനിക്ക് 2000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2000 ആ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിന് 1000 കുറക്കാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ആ 1000 എനിക്ക് ഏത് പ്രോഫിറ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്പെക്കുലേഷൻ ബിസിനസ് ഇനി അഥവാ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രമേ എനിക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അതാണ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുന്നത്. സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാലേ ഈ ഊഹം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന, അപ്പൊ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ അല്ലേ, നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണി എന്നൊക്കെ പറയില്ലേ, ആ ഓഹരി വിപണികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ്സ് ആണ്. ഈ പറഞ്ഞ ഫ്യൂച്ചർ ഓപ്ഷൻ ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകൾ വാങ്ങിയിടാം. അതേപോലെ തന്നെ പകരം നമുക്ക് അവിടെ വേറൊരു ട്രേഡിംഗ് ഉണ്ട്. അതാണ് ഈ പറയുന്ന ഇൻട്രാഡേ എന്നൊക്കെ പറയപ്പെടുന്ന ട്രേഡിംഗ് ഉണ്ട്. ഓപ്ഷൻ ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിംഗ് ഒക്കെയാണ്. അതൊക്കെ ഈ പറഞ്ഞ സ്പെക്കുലേഷൻ ബിസിനസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പൊ അതിലൂടെ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് ടാക്സ് ചെയ്യപ്പെടുക. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അത് കീപ്പ് ചെയ്യുക. കാരണം അതിലെ ലോസിനെ മറ്റുള്ള പ്രോഫിറ്റിലെ ഇൻകം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ സ്പെക്കുലേഷൻ ബിസിനസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ലോസിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാനുള്ള കാരണം. ഇനി എക്സ്പെൻസസ് ഫോർ ഏർണിംഗ് ഇൻകം ആർ അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം ബിസിനസ് ഒരു പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാല് ആ ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ ഒരുപാട് എക്സ്പെൻസുകൾ വരും അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, അതുപോലെ തന്നെ അവിടെ കുറെ റെന്റ് കൊടുക്കാനുണ്ടാവാം, അതുപോലെ അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടാവാം. ആ ഇൻകം ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ടാവാം. ആ എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഡക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് പറഞ്ഞത് എക്സ്പെൻസസ് ഫോർ ഏർണിംഗ് ഇൻകംസ് ആർ അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. അത് നമുക്ക് ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമുക്കൊരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ആ 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേറെ കുറെ ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെലവുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ അതാണ് പറയുന്നത് ദ ജനറൽ റൂൾ ഓഫ് ഡിറ്റർമൈനിങ് ടാക്സബിൾ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഈസ് ദാറ്റ് ഫോം ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെസിപ്റ്റ് ഓർ ഗ്രോസ് സെയിൽസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഏർണിംഗ് ദാറ്റ് ഇൻകം വുഡ് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. ആ ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് വല്ല എക്സ്പെൻസുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാം. അത് അതിനു വേണ്ടി വന്ന എക്സ്പെൻസ് ആയിരിക്കണം. ആ ബിസിനസ് ഇപ്പോ സോപ്പ് നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആണ്. ആ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറെ ചെലവുകൾ ഉണ്ടാവും അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി എടുക്കേണ്ടി വരും, റോ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടാവാം, റെന്റ് കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യേണ്ടി വരും, അങ്ങനെ കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവാം. അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലെ ഇൻകം കൊണ്ട് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഇനി എക്സ്പെൻസസ് ഇൻകേർഡ് പ്രയർ ടു സെറ്റിംഗ് ഓഫ് ദി ബിസിനസ് വിൽ നോട്ട് ബി അലൗഡ്. ഇപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പെൻസുകൾ വരാം. എക്സ്പെൻസസ് ഇൻകേർഡ് പ്രയർ ടു സെറ്റിംഗ് ഓഫ് ദി ബിസിനസ് ആണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരാം. അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറെ ചെലവുകൾ നമുക്ക് മേ ബി വന്നേക്കാം. ആ എക്സ്പെൻസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് എക്സ്പെൻസസ് ഇൻകേർഡ് പ്രയർ ടു സെറ്റിംഗ് ഓഫ് ബിസിനസ്. ബിസിനസ് സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് വന്ന, പ്രയർ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നുള്ളതാണ്, അതിന് മുൻപ് വന്ന കുറെ ചെലവുകൾ ഉണ്ടാവാം. ആ ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറക്കാൻ പറ്റില്ല. സോ എക്സ്പെൻസസ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് റെസിപ്റ്റ് ഓൺലി ഇഫ് ദേ ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ. ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ സംഭവിച്ച നമ്മളുടെ എക്സ്പെൻസിന് മാത്രമേ നമുക്ക് ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ആ ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റൂൾസ് റിഗാർഡിംഗ് ദ അസസ്മെന്റ്. ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഹെഡില് നമ്മൾ അസസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട റൂളുകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക പ്രധാനമായിട്ടും ഇതേപോലൊരു സംഭവമാണ്. അതായത് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരും. ഓക്കെ, പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമുക്ക് തരും. അതായത് ഇപ്പോ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും എന്റെ ആ ബിസിനസ്സിൽ ഞാൻ എന്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അത് നിർബന്ധമായിട്ടും അക്കൗണ്ടന്റിനെ ഒക്കെ വെച്ചിട്ട് ഞാനത് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി അതല്ല എനിക്കൊരു ക്ലിനിക്ക് ഉണ്ട്, ഞാനൊരു ഡോക്ടർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു അഡ്വക്കേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഈ പറഞ്ഞ പോലെ എഞ്ചിനീയർ ആണ്. ആ എഞ്ചിനീയറിംഗിൽ അവിടുത്തെ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അല്ലെ. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും അല്ലെ. പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഞാൻ ഇവിടെ എടുത്ത് ചെയ്തു. എനിക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ്. അതിനെന്ത് ചെയ്യും, ഞാൻ ഔട്ടർ കോളത്തിൽ എടുത്ത് ചെയ്ത് വെക്കും. രണ്ട് ഫസ്റ്റ്. ഓക്കെ, ഇനി ഇതിലോട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, കുറെ കാര്യങ്ങൾ ലെസ് ചെയ്യണം. ഇതാണ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് ആഡ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ട് അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാ എന്ന് പറഞ്ഞേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എക്സ്പെൻസസ് ഓർ ലോസസ്, പിന്നെ
ഇൻകം ഇൻകംസ് ഓർ പ്രോഫിറ്റ്, ഇതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരിക അല്ലെ. രണ്ട് സൈഡ് ആണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെ അറിയാലോ അല്ലെ. അറിയില്ലേ ഏത് സൈഡിലാണ് എക്സ്പെൻസ് വരിക, ഏത് സൈഡിലാണ് എക്സ്പെൻസ് വരിക? ഡെബിറ്റ് സൈഡില്. ദെൻ ലോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻകംസോ? ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇതൊക്കെ അറിയാം, അപ്പൊ കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പൊ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തരും, അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. ഇനി അതിലോട്ട് തിരിച്ച് ആഡ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ആണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് കുറക്കാം, ഈ ബിസിനസ് ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഫിറ്റ് നിന്ന് കുറക്കാൻ പറ്റില്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കുറച്ച് കഴിഞ്ഞ എമൗണ്ട് ആണ് നമ്മളിവിടെ ഈ ഔട്ടർ കോളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് കുറെ ഐറ്റംസ് നമുക്ക് കുറക്കാൻ പാടില്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ ഔട്ടർ കോളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ കുറക്കാൻ പാടില്ലാത്തതിനെ തിരിച്ച് അതിലോട്ട് തന്നെ ആഡ് ചെയ്യാം. ഒന്നാമത്തത് എക്സ്പെൻസസ് ഓർ ലോസസ് ഡിസലൗഡ് ബട്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതായത് നമുക്ക് ചില എക്സ്പെൻസുകളെയും ചില ലോസുകളെയും നമ്മളുടെ ഇൻകം ടാക്സിൽ കുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസലവ് ചെയ്ത എക്സ്പെൻസുകൾ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഏതൊക്കെയാണ് ഡിസലവ് ചെയ്ത എക്സ്പെൻസുകൾ എന്നൊക്കെ നമുക്ക് ഹെഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഹെഡ് മീൻസ് നമുക്കൊരു ഹെഡിങ്ങിൽ അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ കുറച്ചതിന് ശേഷമാണ് ഈ പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ അതെന്ത് ചെയ്യണം? ആ എക്സ്പെൻസിനെ തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യണം. അതായത് എക്സ്പെൻസസ് ഓർ ലോസസ് ഡിസലൗഡ്, ഡിസലൗഡ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ഡെബിറ്റ് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഈ പ്രോഫിറ്റ് കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ പറയുന്ന കുറക്കാൻ പാടില്ലാത്ത എക്സ്പെൻസ് ഓൾറെഡി കുറച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണെന്ത്? ഈ പറയുന്ന ഇൻകം. അപ്പൊ ആ കുറച്ച് എമൗണ്ടിനെ തിരിച്ചതിലോട്ട് ആഡ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതായത് ഇപ്പോ എക്സാമ്പിൾ മാത്രം ആട്ടോ, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ട് വിചാരിക്കാം. ഡിപ്രീസിയേഷൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയത് 1000 രൂപയാണ്. നമ്മുടെ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1000 rupees ആണ്. ദെൻ ഡിപ്രീസിയേഷൻ 100 രൂപയിൽ കുറച്ചിട്ടാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട്, അതും കൂടി കുറച്ചതിന് ശേഷമാണ് ഈ 1000. എക്സാമ്പിൾ ആട്ടോ, ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഞാൻ ഇവിടുത്തെ എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ഡിപ്രീസിയേഷൻ നമുക്ക് ഡിസലൗഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. അലൗഡ് ആണ്, ഞാൻ ഇവിടെ എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ്, എക്സാമിന് ഇനി അത് എഴുതരുത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡിസലൗഡ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അത് കുറച്ചിട്ടുണ്ട്. കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് 1000. അപ്പൊ എന്ത് ചെയ്യണം? ആ കുറക്കാൻ പാടില്ലാത്തതിനെ തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയായിട്ട് മാറും? 1000 ഉള്ളത് 1000 പ്ലസ് 100 കൂടി ആഡ് ചെയ്യുമ്പോൾ 1100 വരും. അതിനെ ആഡ് ചെയ്തു. ഓക്കെ, അതാണ് ഫസ്റ്റ്. എക്സ്പെൻസസ് ഡിസലൗഡ് ആണ്, പക്ഷെ നമ്മളിത് കുറച്ചിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ അതിനെ കുറച്ചതിനെ തിരിച്ച് ആഡ് ചെയ്യാം. രണ്ടാമത്തെ നോക്കാം, ഇൻകം ടാക്സ് അണ്ടർ ദിസ് ഹെഡ് അല്ലെ. ഇൻകം ടാക്സബിൾ ആണ്, അതായത് ഇൻകം ടാക്സബിൾ ആണ് അണ്ടർ ദിസ് ഹെഡ്. ഏതാ ഹെഡ്? ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇൻകം ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നോട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഈ പ്രോഫിറ്റ് കണ്ടപ്പോ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് കാണിച്ചിട്ടില്ല, ആ ഇൻകം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ഇൻകം ഫ്രം അണ്ടർ ദിസ് ഹെഡ് ഇൻകം ടാക്സബിൾ ആണ്, ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ടാക്സ് ചെയ്യേണ്ട ഒരു ഇൻകം ആണ്. അത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതിൽ ആഡ് ചെയ്യാത്ത എമൗണ്ടിനെ എന്ത് ചെയ്യാം? തിരിച്ചതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇൻകം ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്, പക്ഷെ നമ്മളത് അതിൽ കാണിച്ചിട്ടില്ല, അതിനെ തിരിച്ച് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പെൻസസ് ഇൻ എക്സസ് ഓഫ് അലൗഡ് എമൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റും. എക്സാമ്പിൾ മാത്രം കേട്ടോ, ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റും, പക്ഷെ കുറക്കാവുന്ന എമൗണ്ട് പറഞ്ഞാൽ 100 രൂപയാണ്. എക്സാമ്പിൾ നമുക്ക് ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റിയ 100 രൂപയാണ്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് കുറച്ചത് 200 രൂപ, കുറച്ചിട്ടുള്ളത് 200 ആണ്. നമ്മളുടെ ഇൻകം ടാക്സ് ലോ പ്രകാരം എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ പറ്റും, 100 രൂപയെ കുറക്കാൻ പാടുള്ളൂ, പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ 200 കുറച്ചു. ആ എക്സ്ട്രാ 100 രൂപ എന്ത് ചെയ്യുക? തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യുക. അതാണ് പറഞ്ഞത് എക്സ്പെൻസസ് ഇൻ എക്സസ് ഓഫ് അലൗഡ് എമൗണ്ട്. എത്രയാണോ നമ്മൾ എക്സസ് ആയിട്ട് അലൗ ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും കൂടുതലായിട്ട് എക്സസ് ആയിട്ട് എത്ര എമൗണ്ട് ആണോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത്, എവിടെയാണ് ഡെബിറ്റ് ചെയ്യുക?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് എഴുതി കളഞ്ഞതിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാന്ന് പറയാം അല്ലെ. അപ്പോൾ ആ കൂടുതലായിട്ട് എത്രയാണോ നമ്മൾ കുറച്ചിട്ടുള്ളത് അതിനെ തിരിച്ചതിലോട്ട് ആഡ് ചെയ്യണം. ശരിക്കും 100 കുറക്കാൻ പാടുള്ളൂ, പക്ഷെ നമ്മൾ എത്രയോ കുറച്ചു, 200 കുറച്ചു. അധികമായിട്ട് കുറച്ച എക്സസ് ആയിട്ട് കുറച്ച എമൗണ്ടിനെ തിരിച്ചതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓവർ വാല്യുവേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, എന്താ എവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും വരിക എന്ന് പറഞ്ഞേ. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും പോയോ എല്ലാവരും? ആരും ഇല്ല ഇവിടെ. ഏത് സൈഡിലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാ ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക, ക്ലോസിംഗ് സ്റ്റോക്ക് വരിക? ട്രേഡിംഗിലല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക് വരിക? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് പോർഷനിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക. ഏത് സൈഡിലാ ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക? ക്രെഡിറ്റ് സൈഡില്. അല്ല, ഓപ്പണിംഗ് ക്ലോസിംഗ് ക്രെഡിറ്റ് സൈഡില്. ക്ലോസിംഗ് ക്രെഡിറ്റ് സൈഡിലും പിന്നെ ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡില്. ഡെബിറ്റ് സൈഡിലാണ് വരിക അല്ലെ. ഇവിടെ നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കാണിക്കാന്ന് പറഞ്ഞാല് ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് എമൗണ്ട് ആണ്. ശരിക്കും യഥാർത്ഥത്തിൽ വരേണ്ട എമൗണ്ട് എത്രയാണ്? 200 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? 100 കാണിച്ചിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇവിടെ ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ജസ്റ്റ് ഫോർമാറ്റ് രൂപത്തിൽ ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് രണ്ട് സൈഡിലും 2 എമൗണ്ട് കോളം അല്ലെ. കാണാൻ പറ്റുന്നില്ലല്ലോ, എന്ത് പറ്റി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്നു. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഇതാണ് ഡെബിറ്റ്, ഇതാണ് ക്രെഡിറ്റ് അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെയാണ് വരിക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെയാണ് വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് വരിക ഇവിടെയാണ്. ഓക്കെ, ഇവിടൊക്കെ ഇൻകംസ് ആണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന് താഴെ വരുന്ന ഒരു ഐറ്റം ആണ് എന്ത്? സെയിൽ എന്ന് പറയും. സെയിൽസും കൂടി വരും. അപ്പൊ ഇവിടെ ഒരു എമൗണ്ട് എഴുതും, സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതിയത് 100 രൂപയാണ് എഴുതി വെച്ചിട്ടുള്ളത്. 100 ആണ് എഴുതി വെച്ചിട്ടുള്ളത്. സെയിൽസ് നമുക്കൊരു 1000 ആണ് കിട്ടിയിട്ടുള്ളത്. സെയിൽസ് 1000 ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ടും പാടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? 1200 ആണ് കിട്ടുക അല്ലെ. 1200 കിട്ടും. നമ്മള് ശരിക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 400 ആണുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണുള്ളത്? ആക്ച്വലി 400 ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ അണ്ടർ വാല്യൂ ചെയ്തു, കുറച്ച് കാണിച്ചു. അണ്ടർ വാല്യൂ ചെയ്തിട്ട് എത്ര എഴുതിയത്? നമ്മളിവിടെ കാണിച്ചത് ഇവിടെ 200 ആണ് കാണിച്ചത്. 400 ഉണ്ട്, പക്ഷെ നമ്മൾ 200 കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ഇൻകം കുറച്ച് കാണിച്ചു എന്നാണ് അർത്ഥം അല്ലെ. ഇവിടെ ശരിക്കും 400 വരികയാണെങ്കിൽ ഇവിടെ എത്ര വരണം? 1400 ആണ് ഇവിടെ നമുക്ക് ഇൻകം വരിക, ഇൻകം സൈഡ് വരിക. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡ് വരിക. അപ്പൊ അങ്ങനെ അണ്ടർ വാല്യൂ ചെയ്തതിനെ, ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തതിനെ തിരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ എന്ത് ചെയ്തു? ഓവർ വാല്യുവേഷൻ ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യുവേഷൻ ചെയ്തു. ശരിക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയേ ഉള്ളൂ? ഓക്കെ, അതുകൂടി പറഞ്ഞിട്ട് നമ്മളോട് അതിൻ്റെ ചെയ്യാം കേട്ടോ. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കിവിടെ സെയിൽസും ഓപ്പണിംഗ് സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ 1000 കിട്ടിയെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് 1000 കിട്ടി. ഈ 1000 നമ്മൾ ഇങ്ങോട്ട് കൊടുത്ത് എഴുതി വെക്കാം. ഇൻകം സൈഡ് നമ്മൾ രണ്ട് സൈഡ് കൊടുത്ത് എഴുതി വെച്ചു. ഇനി ഇവിടെ വേജസ് ഉണ്ട്. വേജസ് നമ്മൾ 200 കുറച്ചു. ഓക്കെ, വേജസ് 200 കുറച്ചു.
ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു 200 കുറച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് 200 കുറച്ചു. ആക്ച്വലി ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയേ ഉള്ളൂ, 100 ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ 100 ഉള്ളതിന് പകരം നമ്മൾ 200 കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ പ്രോഫിറ്റ് എത്ര കിട്ടുക എന്ന് കുറച്ച് നോക്ക്. 1000 നമ്മൾ 400 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുക ഇവിടെ 600 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക ഇല്ല. ആക്ച്വലി കിട്ടിയ പ്രോഫിറ്റ് 600 ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മളിവിടെ ഓവർ വാല്യുവേഷൻ ആ ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ കാണിച്ചിരിക്കുകയാണ്. എന്തിനാ കൂടുതൽ കാണിച്ചത്, പ്രോഫിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. 600 ശരിക്കും 600 അല്ല ഇവിടുത്തെ പ്രോഫിറ്റ് വരിക. ശരിക്കും ഇവിടെ 100 ആണ് കുറക്കണെന്ന് വെച്ചാല് യഥാർത്ഥത്തിലുള്ള കുറച്ചുള്ള എമൗണ്ട് ആണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കണ വെച്ചാൽ നമുക്കിവിടെ 700 രൂപ പ്രോഫിറ്റ് വരും. ആ 700 രൂപ പ്രോഫിറ്റ് വരുന്നതിന് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മൾ കൂടുതലായിട്ട് കാണിച്ചു, ഓവർ വാല്യൂ ചെയ്തു. അങ്ങനെ ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചെന്ത് ചെയ്യാം, നമ്മൾ അതിനെ തിരിച്ച് അതിലോട്ട് തന്നെ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ 4 ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അതായത് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ് ഡിസലവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളത് അലോ ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചിട്ടുണ്ട്. ഈ കുറച്ചതിനെ തിരിച്ച് അതിലോട്ട് തന്നെ ആഡ് ചെയ്യാം. അതുപോലെ ഇൻകം ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ആണ് അല്ലെ. ഇൻകം ഈ പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇൻകം ആണ്, പക്ഷെ നമ്മളത് ഈ ഇൻകത്തിൽ കൂട്ടിയിട്ടില്ല. അപ്പൊ അത് കൂട്ടണം, ആഡ് ചെയ്യണം. എക്സ്പെൻസസ് എക്സസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലോ ചെയ്തതിനെക്കാട്ടിലും എക്സ്പെൻസ് കൂടുതലായിട്ട് കുറച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യാം. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്താലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്താലും ആ എക്സ്ട്രാ എത്രയാണോ ഉള്ളത് അതിന് തിരിച്ച് അതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ.